Hello students, അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു തിയർ ആണ്. തിയർ എന്താണെന്ന് നോക്കാം. The solution set of a homogeneous linear system Ax equal to 0 of m equations in n unknowns is a subspace of Rn ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് Ax equal to 0 എന്നുള്ള മെട്രിക്സ് ഇക്വേഷൻ വരുന്ന ആ ഇക്വേഷനിൽ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ m ഇക്വേഷൻസ് ഉണ്ട്, n വാരിയബിൾസ് ഉണ്ട്. അൺനോൺസ് എന്ന് വെച്ചാൽ വാരിയബിൾസ്. ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് Rn. അതിന്റെ സൊല്യൂഷൻ സെറ്റ് എടുത്താൽ അതിന് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കാം. ആ സൊല്യൂഷൻ സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് Rnന്റെ ഒരു സബ്സ്പേസ് ഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. ലെറ്റ് W be the solution set of the system. അപ്പോൾ W എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരാം, അല്ലെങ്കിൽ ഒരേ ഒരു സൊല്യൂഷൻ യുണീക് സൊല്യൂഷൻ വരാം, അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്താ, നോ സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ സൊല്യൂഷൻ സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ W എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒന്നില്ലെങ്കിൽ ആ ഒരേ ഒരു സൊല്യൂഷൻ വരാം, അല്ലെങ്കിൽ X equal to 0 ആയതുകൊണ്ട് അതിന്റെ ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ X equal to 0 0 0 0 എന്ന് വരുന്ന ആ സൊല്യൂഷൻ ആണ് അല്ലെ. n ട്യൂപ്പിൾ 0 0 0 എന്ന് വരുന്ന സൊല്യൂഷൻ ആണ് ഒരെണ്ണം എന്ന് പറഞ്ഞത്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൾക്കാർ വരാം എന്നുള്ളതാണ്. അപ്പോൾ സെറ്റ് W is not empty because it contains at least a trivial solution X equal to 0. X equal to 0 ഇതിന് എപ്പോഴും ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ആണ് അല്ലെ. ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും ഉള്ള സൊല്യൂഷൻ ആണ്, യുണീക് സൊല്യൂഷൻ ആണ് X equal to 0 എന്നുള്ളത്. അപ്പൊ അതെന്തായാലും W-നകത്ത് ഉണ്ടാവും. അപ്പൊ W എന്തായാലും W എന്ന് പറയുന്ന സെറ്റ് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഇനി അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, അത് Rnന്റെ ഒരു സബ്സ്പേസ് ആണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഈ നോൺ എംപ്റ്റി സെറ്റ് X equal to 0 മാത്രമല്ല, ചിലപ്പോൾ അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ W-നകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ടു ഷോ ദാറ്റ് W is a subspace of Rn, we must show that it is closed under addition and scalar multiplication അല്ലേ. To do this, let x1 and x2 be vectors in W. അപ്പോൾ x1 ഒരു സൊല്യൂഷൻ ആണ്, അപ്പോൾ x1 equal to 0 ആണ്. x2 W ഉണ്ടെന്ന് പറഞ്ഞാൽ x2 ഒരു സൊല്യൂഷൻ ആയത്, അപ്പോൾ x2 equal to 0 ആണ്. വെക്ടേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ n അൺനോൺസ്, n വാരിയബിൾസ് ഉള്ളതുകൊണ്ട് ഇത് രണ്ടും n ട്യൂപ്പിൾസ് ആയിരിക്കും കേട്ടോ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ n എണ്ണത്തിന്റെ വാല്യൂസ് അവിടെ വരില്ലേ, അപ്പോൾ അതൊരു n ട്യൂപ്പിൾ ആയിട്ട് എടുത്താൽ മതി. Since these vectors are solutions of Ax equal to 0, we have Ax1 equal to 0 and Ax2 equal to 0 അല്ലേ. ഇനി നമുക്ക് a into a of x1 x2 എടുത്തിട്ടുണ്ട് എങ്കിൽ a of x1 plus x2 എടുത്തിട്ടുണ്ടെങ്കിൽ which is ax1 plus ax2 which is equal to 0 plus 0 equal to 0 എന്ന് കിട്ടും. അപ്പോൾ x1 plus x2 എവിടെയുണ്ട്, a of x1 plus x2 equal to 0 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ x1 plus x2 എന്ത് തന്നെയാണ്, അതിന്റെ ഒരു സൊല്യൂഷൻ തന്നെയാണ് എന്നുള്ളത് കിട്ടും. അതുകൊണ്ട് x1 plus x2 എവിടെ ഉണ്ടാവും, W-നകത്ത് ഉണ്ടാവും. അപ്പോൾ x1 x2 W-നകത്ത് ഉണ്ടെങ്കിൽ x1 plus x2 W-നകത്ത് ഉണ്ടാവും, അതും സൊല്യൂഷൻ ആയിട്ട് വരും. ഇതുപോലെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ a of kx1 is equal to k ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മെട്രിക്സ് അല്ലേ, അപ്പോൾ k ഔട്ട്സൈഡ് എടുക്കാം. k into ax1 equal to 0 ആണ്, അപ്പോൾ k into 0 equal to 0 എന്ന് കിട്ടും. അപ്പോൾ നോക്കി a of kx1 equal to 0 എന്ന് വെച്ചാൽ kx1 എന്ത് തന്നെയാണ്, ഒരു സൊല്യൂഷൻ ആണ്. kx1 സൊല്യൂഷൻ ആണെങ്കിൽ അത് എവിടെ ഉണ്ടാവും, W-നകത്ത് ഉണ്ടാവും. x1 W-നകത്തുണ്ടെങ്കിൽ അതിന്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആയ kx1 W-നകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, W is closed under vector addition and scalar multiplication കൺക്ലൂഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ W എന്തായിരിക്കും, Rnന്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, എളുപ്പമുള്ള തിയറാണ്, ആർഗ്യുമെന്റ്സ് കൃത്യമായിട്ട് പഠിക്കാം. ഇനി അടുത്ത ഒരു കാര്യം പറയുന്നത്, ബിക്കോസ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് എ ഹോമോജീനിയസ് സിസ്റ്റം ഇൻ n unknowns is actually a subspace of Rn, we will generally refer this as solution space of the system. നമ്മൾ അതിനെ Rnന്റെ സബ്സ്പേസ് ആയതുകൊണ്ട് സൊല്യൂഷൻ സെറ്റ് എന്നല്ല പറയാ, പകരം സൊല്യൂഷൻ സ്പേസ് എന്നാണ് പറയാ. ഓക്കെ, ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓരോ തന്നിരിക്കുന്ന ഓരോ സെറ്റ് മെട്രിക്സ് ഇക്വേഷൻസിന്റെയും സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ആണ്. In each part, solve the system by any method and then give geometric description of the solution set. അപ്പോൾ ഫസ്റ്റ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇതിനെ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, ഗോസ് എലിമിനേഷനോ ഗോസ് ജോർദാനോ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ താല്പര്യം ആ മെത്തേഡിൽ ഇതിനെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് നിങ്ങളത് പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. സോൾവ് ചെയ്തിട്ടുള്ള ഉത്തരം മാത്രം ഇവിടെ എഴുതിയിട്ടുള്ളൂ, പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്യുക. എന്നിട്ട് ഉത്തരം മാത്രം ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഉത്തരം കിട്ടുന്നുണ്ടാവുക. ഇവിടെ രണ്ട് ആർബിട്രറി ആയിട്ട് രണ്ട് വേരിയബിളിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കേണ്ടി വരും. ഇവിടെ അത് വൈക്കും സെഡിനുമാണ് കൊടുത്തിരിക്കുന്നത്. y equal to s എന്നും z equal to t എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സിനെ അതിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. x equal to 2s minus 3t എന്ന് എഴുതാൻ പറ്റും.
അതാണ് അവിടെ സൊല്യൂഷൻ ആയിട്ട് വരിക. അപ്പൊ അതുപോലെ അപ്പൊ അതാണ് സൊല്യൂഷൻ സെറ്റ് വരിക. ഇനി അതിനെ നമുക്ക് സ്പേസ് ആക്കി എഴുതണം. അപ്പൊ നോക്കി ഇനി ഇതിന്റെ ജോമെട്രിക്കൽ വേർഷൻ ആണ് സ്പേസ് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ x ഈക്വൽ ടു 2s എന്നുള്ളത് നമുക്ക് s എന്ന് പറഞ്ഞാൽ y അല്ലേ, അപ്പൊ 2y എന്ന് എഴുതാം. 3t എന്നുള്ളടത്ത് t എന്ന് പറഞ്ഞാൽ z അല്ലേ, അപ്പൊ z എഴുതാം. അപ്പൊ x ഈക്വൽ ടു 2y മൈനസ് 3z അല്ലെങ്കിൽ x മൈനസ് 2y പ്ലസ് 3z ഈക്വൽ ടു 0 എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ സ്പേസ്. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയാൽ സ്പേസിൽ അതെന്താണ്, ജനറലി അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് മാറ്റി എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ്, ദിസ് ഈസ് ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ ഗിവൺ സിസ്റ്റം. ഇത്രയും വരെ ഐഡന്റിഫൈ ചെയ്താൽ മതിയാവും. ഓക്കെ, നോർമൽ എന്താണെന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ, അത്ര വരെ എഴുതിയാലും മതി. അപ്പൊ അടുത്തതിന്റെ അതുപോലെ ചെയ്തിട്ടുണ്ട്. x ഈക്വൽ ടു മൈനസ് 5t, y ഈക്വൽ ടു മൈനസ് t, z ഈക്വൽ ടു t. അപ്പൊ അത് ജസ്റ്റ് അത്രയും വരെ എഴുതിയാലും മതി. ഇതുപോലെ സ്പേസ് ഐഡന്റിഫൈ ചെയ്യാൻ അവിടെ പറ്റിയിട്ടില്ല, ഇത്ര എഴുതിയാലും മതി. സൊല്യൂഷൻ സെറ്റ് ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചാൽ മതി. സത്യത്തിൽ അതന്നെ വേണ്ടു. സിയും ചെയ്തിട്ടുണ്ട്, സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0, z ഈക്വൽ ടു 0 ആണ് അവിടെ സൊല്യൂഷൻ വന്നിരിക്കുന്നത്. ഡി ചെയ്തിട്ടുണ്ട്. ഡി എന്ന് പറയുമ്പോൾ 0 0 0 ആണ്. അത് ഏത് എക്സ് വാല്യൂ വൈ വാല്യൂ സെഡ് വാല്യൂ എടുത്താലും അത് സാറ്റിസ്ഫൈഡ് ആവും. ഏത് വാല്യൂ എടുത്താലും അത് സാറ്റിസ്ഫൈഡ് ആവും. കാരണം മൊത്തം 0 അല്ലേ മെട്രിക്സ്. അപ്പൊ എക്സിന് ഏത് വാല്യൂ എടുത്താലും വൈക്ക് ഏത് വാല്യൂ എടുത്താലും സെഡിന് ഏത് വാല്യൂ എടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. അപ്പൊ അതുകൊണ്ട് മൊത്തത്തില് അത് 3x3 മെട്രിക്സ് ആയതുകൊണ്ട് മുഴുവൻ സ്പേസ് R3 എന്ന് പറയുന്ന സ്പേസ് 3 ട്യൂപ്പിൾസിന്റെ കളക്ഷൻ മുഴുവൻ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരും. അതാണ് ലാസ്റ്റ് ഇക്വേഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ആലോചിച്ചിട്ട് എഴുതേണ്ട കുറെ കാര്യങ്ങൾ ഇതിനകത്ത്. അപ്പൊ R3 എന്ന് പറയുന്ന 3 ട്യൂപ്പിൾസിന്റെ എല്ലാ 3 ട്യൂപ്പിൾസിന്റെയും കളക്ഷൻ ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് ആയിട്ട് വരും. അപ്പൊ R3 ആണ് അവിടുത്തെ സൊല്യൂഷൻ സ്പേസ്. ഓക്കെ, ഇങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫുൾ 0 ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഏത് എക്സ് വാല്യൂ ഏത് വൈ വാല്യൂ ഏത് സെഡ് വാല്യൂ എടുത്താലും ഇക്വേഷൻ ഹോൾഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ അപ്പോഴാണിത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അടുത്തത് അഗൈൻ ഒരു തിയർ ആണ്. തിയറത്തിൽ പറയുന്നത് ഇതാണ്. If A is an m by n matrix, then the kernel of the matrix transformation TA from Rn to Rm is a subspace of Rn. അതിന് മുമ്പ് കേർണൽ എന്താന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഞാനത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ അതും കൂടെ ഒന്ന് എഴുതണേ. ഇതാണ് പറയുന്നത്. Ax equal to 0 is the set of vectors Rn. Solution space of Ax equal to 0 is the set of vectors in Rn. അപ്പൊ നമ്മൾ കണ്ടതാണ് സൊല്യൂഷൻ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Rnൽ ആൾക്കാരാണെന്ന്. അതായത് TA maps to the vector that TA maps into the vector in Rm. Rmലുള്ള വെക്ടറിനെ Rnലുള്ള വെക്ടറിനെ Rmലേക്ക് മാപ്പ് ചെയ്യുന്ന TA എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. This set is sometimes called the kernel of the transformation. അപ്പൊ ആ സൊല്യൂഷൻ സെറ്റിനെയാണ് ആ ട്രാൻസ്ഫോർമേഷന്റെ TA എന്ന് പറയുന്ന ആ ട്രാൻസ്ഫോർമേഷന്റെ സൊല്യൂഷൻ സ്പേസിനെയാണ് ആ TA എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷന്റെ കേർണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കേർണൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ടിലേക്ക് എഴുതണേ. If A is an m by n matrix, then the kernel of the matrix transformation TA from Rn to Rm is a subspace of Rn. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിയുടെ കേർണൽ എന്ന് പറഞ്ഞാൽ എന്താ, സൊല്യൂഷൻ സ്പേസ് അല്ലെ. ആ ഇക്വേഷന്റെ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ സ്പേസ് അത് Rന്റെ സബ്സ്പേസ് ആണെന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ തിയറം വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ പഠിച്ചു വെക്കാട്ടത്. അടുത്തത് എഗെയിൻ ഒരു തിയർ ആണ്. തിയറം പറയുന്നത് ഇതാണ്. If S equal to V1, V2, etc. Vr and S dash equal to W1, W2, etc. Wk are non-empty subsets of set of vectors in a vector space V, then രണ്ട് സെറ്റുകൾ അത് രണ്ടും non-empty set of vectors in vector space V ആണ് എങ്കിൽ span of V1, V2, etc. Vr equal to span of W1, W2, etc. Wk if and only if each vector in S is a linear combination of those in S dash and each vector in S dash is a linear combination of those in S. രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. ആ രണ്ട് സെറ്റുകളിലെയും സ്പാൻ ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ, സ്പാൻ എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു തന്ന കാര്യമാണ്. ആ രണ്ട് സ്പാൻ ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ എസ്സിലുള്ള എല്ലാവരെയും എസ് ഡാഷിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. അതുപോലെ എസ് ഡാഷിലുള്ള എല്ലാവരെയും എസ്സിലുള്ള ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാനായിട്ട് പറ്റണം. ഇത് രണ്ടും പോസിബിൾ ആണ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സ്പാൻ ഓഫ് ദിസ് ഈക്വൽ ടു സ്പാൻ ഓഫ്
എസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് എസ് ഡാഷ് എന്ന് പറയാൻ